ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതാ നോമ്പ് 11 കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം. അപ്പോൾ ഇതാ സദാ പോണ സമയം തന്നെയാണ് കിച്ചണിലേക്ക് പോയത്. അപ്പോൾ ഇന്ന് മക്രോണി കേക്കും അതുപോലെ തന്നെ മുട്ട ബജി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ മക്രോണി കേക്കിനുള്ള മക്രോണി വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഒരു സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ പറ്റി പിടിക്കുന്നതിനാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ചെറിയ ക്വാണ്ടിറ്റി മതി, കാരണം നമ്മൾ അത്രയും ആളുള്ളൂ. ഇപ്പോൾ കുറച്ചായിട്ട് എടുത്തത്. പൊതുവേ എല്ലാം കുറച്ചാണ് സ്നാക്സൊക്കെ ഉണ്ടാക്കാറ്, അത്രയും ആളുള്ളൂ. അപ്പോൾ ഇത് വെള്ളം നല്ല ചൂടായി വന്നപ്പോൾ ഞാൻ മക്രോണി ഇട്ടിട്ടുണ്ട്. നന്നായി തിളച്ചിട്ടുണ്ട്, ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ സേമിയ ഉണ്ടല്ലോ, സേമിയ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അത് വെന്ത് ഞാനൊരു അരിപ്പയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മക്രോണി വേവിച്ചതും അതിലേക്കുള്ള മസാലയും 3 മുട്ടയും പിന്നെ ബദാമും കേട്ടോ. അപ്പോൾ മസാല എന്ന് പറയുന്നത് നമ്മൾ ഈ കട്ട്ലേറ്റിനും സമൂസക്കൊക്കെ ഉണ്ടാക്കുന്ന സെയിം തന്നെയാണ്. അപ്പോൾ ആ മസാലയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിലുണ്ടല്ലോ ക്യാബേജ് ക്യാപ്സിക്കൊക്കെ കേട്ടോ, പച്ചക്കറി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഞാനതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടത് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ 3 മുട്ട ഞാൻ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് കലക്കി വെച്ചതായിരുന്നു. അപ്പോൾ അതും അതിലൊക്കെ ഒഴിക്കാം. അതുപോലെ തന്നെ ആ നട്ട്സ് ഇടാം. നട്ട്സ് ഉണ്ടല്ലോ, അതൊക്കെ വെന്ത് കഴിഞ്ഞാൽ നിങ്ങൾ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതിപ്പോൾ കണ്ടിടാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, അതൊക്കെ ഒരു ഓപ്ഷനിലാണ്. പിന്നെ നന്നായിട്ട് ഇളക്കുക. മക്രോണി അതിലേക്ക് ഒരു മിക്സ് ആവുന്ന രീതിയിൽ വേണമെങ്കിൽ 4 or 5 മുട്ട ഇടാം. ഞാൻ 3 മുട്ട ഇട്ടിട്ടുള്ളൂ, ഒരുപാട് മുട്ട വേണ്ട വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇങ്ങനെ കറക്റ്റിലാകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വരാം, മക്രോണീൻ്റെ ആ ടേസ്റ്റ് വരാം. അപ്പോൾ ഇതൊരു പാത്രം വെച്ചിട്ട് ഞാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അടി പിടിക്കുന്നതിനാണ് അടിയിലൊരു പഴയ പാത്രം വെച്ചിട്ടുള്ളത്. അത് കുഞ്ഞ് പാത്രം അതിനെ കൊണ്ടാണ് ഇതിൽ വെച്ചത്. അപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ തൂകി നല്ല സെറ്റായതിന് ശേഷം ആ മക്രോണിൻ്റെ മസാല ഒഴിക്കുക. അതിൻ്റെ മുകളിൽ എന്താക്കുക, കുറച്ച് ഒലീവ് ഓയിൽ ഒരു സ്പൂണൊന്ന് സ്പ്രെഡ് ചെയ്യുക. അതും ഓപ്ഷനിലാണ്, നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതിയേ. പിന്നെ അത് അടച്ച് വെച്ചിട്ട് ഒരു വെയിറ്റ് മുകളിൽ വെക്കുക. അപ്പോൾ അതാവുന്ന സമയം കൊണ്ട് ഞാൻ വേഗം ചിക്കൻ കറി ആക്കുന്നുണ്ട്. ചിക്കൻ കറിക്ക് ഞാൻ തക്കാളി ചില സമയം മിക്സിയിലടിച്ചിട്ടാണ് ആക്കാറ്. നല്ല ടേസ്റ്റുമാണ്, നല്ല ടൈറ്റിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ കുട്ടികൾക്കുള്ള ചിക്കൻ പൊരിക്കാനും മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നോക്കിയപ്പോൾ മക്രോണി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. മക്രോണി കേക്ക് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ മുട്ട ബജി ഉണ്ടാക്കാനുള്ള തയ്യാറാക്കാം. അതിലേക്ക് 1 സ്പൂണ് മൈദ, 2 സ്പൂൺ അരിപ്പൊടി, 4 സ്പൂണ് നമ്മളെ കടലപ്പൊടിയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചെറിയ ജീരകം പൊടിച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും. ഒരു സ്പൂൺ മതി കേട്ടോ മൈദപ്പൊടി, ഓവർ ആവണ്ട. അതുപോലെ തന്നെ 2 സ്പൂൺ, അതിൻ്റെ ഡബിൾ അരിപ്പൊടി, അതിൻ്റെ ഡബിളായിട്ട് 4 or 5 സ്പൂണ് നമ്മളെ കടലപ്പൊടി കേട്ടോ. ബാക്കി ഇതുപോലെ എല്ലാം കുറച്ച് ആവശ്യത്തിനുള്ള ഇടാം. പിന്നെ മുളകും ഇടാം, പിന്നെ ഉള്ളിയും ഇടാം കേട്ടോ. പിന്നെ മല്ലിച്ചപ്പും ഇതിലരിഞ്ഞിടാം. പക്ഷെ ഞാൻ മുളക് ഇട്ടിട്ടില്ല, കുട്ടികൾ കഴിക്കുന്ന കൊണ്ട് ഉള്ളിയും കറിവേപ്പിലും മല്ലിയിലയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതൊക്കെ നല്ല ഇളക്കി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു കുഴമ്പ് രൂപത്തിൽ വേണം, കാരണം വെച്ചാൽ നമുക്ക് മുട്ട ഇതിൻ്റെ ഉള്ളിൽ നല്ല ഉള്ളിൽ പൊതിയണ്ടേ, ആ ഒരു രീതിയിലാണ്. പിന്നില്ലേ എന്നോട് ഇതിൽ ഇത്തിരി വെള്ളം കൂടിപ്പോയിരുന്നേ, എന്നപ്പോൾ ഞാൻ കടലപ്പൊടി ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ കടലപ്പൊടിയോ അരിപ്പൊടിയോ എന്താണ് ചേട്ട് സെറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഓരോ മുട്ട, അത് നിങ്ങൾക്ക് ഒരു മുട്ടേൻ്റെ പകുതിയോ അല്ലെങ്കിൽ ഒരു മുട്ട 4 പീസാക്കിയിട്ടോ നിങ്ങൾ ഫ്ലേവർ പോലെ ഇടാം. എന്നിട്ട് ഒരു തവ വെച്ചിട്ടുണ്ട്, ഞാൻ ചെറുതാ വെച്ച്, എനിക്കിങ്ങനെ പൊരിക്കുന്നത് ഇഷ്ടം. അങ്ങനെ ഞാൻ ഓരോ നിലക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പൊരിച്ചതാണിത് ഉണ്ടോ. നല്ല ഒന്നാകെ കവർ ചെയ്ത് കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ, മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണിത്. അപ്പോൾ ആ തവത്തിന് ഞാൻ എന്താക്കി, ചിക്കൻ പൊരിക്കാനുള്ളത് അങ്ങോട്ട് ചിക്കൻ പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാക്രോണി കേക്ക് സെറ്റായിട്ട് ഞാനിതിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഉണ്ടോ, നല്ല സെറ്റായിട്ടുണ്ട്. ഇത്ര മുട്ട മതി. ആ ഒരു മക്രോണിക്ക് ഒരു 3 മുട്ടന് ധാരാളമാണ്. പിന്നെ ഇന്നത്തെ നോമ്പ് തുറക്കൽ മൊത്തം കുളമായി. അവസാന ഘട്ടത്തിൽ നല്ല മഴയും കാറ്റും ഇടിയെന്ന് പറഞ്ഞ മാതിരി ആയിട്ട് കറണ്ട് അങ്ങ് പോയി. അപ്പോൾ അവസാനത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.